Swimming deserves a quiet night. The photograph on the dashboard, taken years ago, turned around backwards so the windshield shows. Every street light reveals a picture in reverse. Still it's so much clearer. I forgot my shirt at the water's edge. The moon is low tonight. Night swimming deserves a quiet night. I'm not sure all these people understand. It's not like years ago, the fear of getting caught, a recklessness in water. They cannot see me naked. These things, they go away. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്നറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിൽ ആഴ്ത്തി ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയലുകളിൽ നിന്ന് ഒന്നെടുത്തതിനു ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്നെടുത്ത വാരിയല് കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ
അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്നെടുക്കപ്പെട്ടുകൊണ്ട് നാരി എന്നിവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ നിന്ന് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയുടെ ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്ന ഒന്നല്ല, അവനെ പോലുള്ള ഒരു സഖി അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ച് നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹത്തിന് വാഗ്ദാനത്തിന് ഇറങ്ങാതിരിക്കാൻ പോകുന്ന ഞങ്ങളുടെ മാളുവിനെയും സുജിത്തിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപുരം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരന്മാരെ യോസേപ്പേ, ദേവമാതാവ് പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹ വാഗ്ദാനം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ കാവൽമാലാഹമാരെ ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തു സൂക്ഷിക്കണമേ. നല്ലവനായ ദൈവമേ, ഈ ധന്യമുഹൂർത്തത്തിൽ ഞങ്ങളുടെ കൊച്ചു സഹോദരി മാളു വിവാഹ വാഗ്ദാനത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ഈ ഭവനത്തിൽ നിന്നും. ഈ അവസരത്തിൽ മാളുവിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പുതിയൊരു ജീവിതത്തിന് തുടക്കമായിക്കൊണ്ട് വിവാഹ വാഗ്ദാനം നടത്തി അടുത്ത മാസം വിവാഹിതയാകാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും പരിശ്രമത്താൽ മാളുവിന് സുജിത്തിനെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ മാളുവിനെ സുജിത്തിനെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഇത് വിവാഹ വാഗ്ദാനം നടത്തി വരുന്ന ദിവസങ്ങളിൽ വിവാഹത്തിന് ഒരുങ്ങി നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം മാളുവിന് സുജിത്തിനും നൽകണമേ. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ, നന്മ നിറഞ്ഞവരെയുമേ സുസ്തി. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. മകളെ അബ്രാഹത്തെയും സാറായെ അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കട്ടെ. കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരുടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ മാവിനൊരു പ്രത്യേക ആശീർവാദം. You are my strength when I am weak. You are
dedicate this baby back to you. You have granted such a trust.